നമസ്കാരം. ഈ സൃഷ്ടിയുടെ അടിസ്ഥാനം തന്നെ ദൈവിക ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. ആ ദൈവിക ശക്തികളിൽ പ്രധാനപ്പെട്ടതാണ് നവഗ്രഹങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ഇവയെല്ലാം ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് സനാതനധർമ്മത്തിന്റെ ദർശനം. ഭൂമിയിലെ മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന ഈ നവഗ്രഹങ്ങൾ സൂര്യൻ, ചന്ദ്രൻ, കുജൻ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, രാഹു, കേതു ഇവരൊക്കെയും ദൈവത്തിന്റെ വ്യത്യസ്ത ശക്തികളുടെ പ്രതിഫലനങ്ങളാണ്. സൂര്യൻ സകല ജീവജാലങ്ങളുടെയും പ്രാണശക്തിയാണ്. ആത്മാവിനെയും അധികാരത്തെയും പ്രതിനിധീകരിക്കുന്ന ഈ ഗ്രഹം ജീവിതത്തിൽ ആത്മവിശ്വാസവും നേതൃഗുണവും നൽകുന്നു. ചന്ദ്രൻ മനസ്സിന്റെ അധിപൻ. ചിന്തകളും വികാരങ്ങളും നിയന്ത്രിക്കുന്നത് ചന്ദ്രന്റെ സ്വാധീനമാണ്. കുജൻ ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകം. ജീവിതത്തിൽ പ്രവർത്തനശേഷിയും ഉത്സാഹവും നൽകുന്നവൻ. ബുധൻ ബുദ്ധിയുടെയും വാണിജ്യത്തിന്റെയും പ്രതിനിധി. സംസാരശൈലിയും ചിന്താഗതിയും ബുധൻ നിർണയിക്കുന്നു. ഗുരു ജ്ഞാനത്തിന്റെയും ധർമ്മത്തിന്റെയും ദൈവിക ഗുരു. ജീവിതത്തിൽ അനുഗ്രഹവും വളർച്ചയും നൽകുന്ന ഗ്രഹം. ഇവയെല്ലാം പോലെ തന്നെ ഒരു വ്യക്തിയുടെ ഭൗതിക ജീവിതത്തെയും ഐശ്വര്യത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ സൗന്ദര്യത്തിന്റെ, സമ്പത്തിന്റെ, പ്രണയത്തിന്റെ, ആഡംബരത്തിന്റെ അധിപൻ. ശാസ്ത്രങ്ങളിൽ പറയുന്നത് പോലെ ശുക്രൻ അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യന്റെ പ്രതീകമാണ്. മഹാതപസ്സിലൂടെ അദ്ദേഹം നേടിയ ശക്തിയാണ് ഈ ഗ്രഹത്തിൽ പ്രതിഫലിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യവും സമൃദ്ധിയും അനുഭവിക്കാൻ ശുക്രന്റെ അനുഗ്രഹം അനിവാര്യമാണ്. വീട്, വാഹനം, ആഭരണങ്ങൾ, സുഖസൗകര്യങ്ങൾ ഇവയെല്ലാം ശുക്രന്റെ കൃപയാൽ ലഭിക്കുന്നവയാണ്. ഇപ്പോൾ കാലചക്രം വീണ്ടും ഒരു മാറ്റത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശുക്രൻ തന്റെ ശക്തമായ സ്ഥാനത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇത് ജ്യോതിഷത്തിൽ ശുക്രനുദയം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ സമയം ചില രാശിക്കാർക്ക് അത്യന്തം അനുകൂലമാണ്. ആദ്യം ഇടവം രാശി ശുക്രന്റെ സ്വന്തം രാശിയായതിനാൽ ഇവർക്കാണ് ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിക്കുന്നത്. നാളുകളായി തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി പൂർത്തിയാകാൻ തുടങ്ങും. സാമ്പത്തികമായി വലിയ മുന്നേറ്റം കാണാം. വീട്, ഭൂമി, വാഹനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. അടുത്തത് കന്നിരാശി. ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ അനുകൂലമായി നിലകൊള്ളുന്നു. തൊഴിൽ മേഖലയിൽ വലിയ അവസരങ്ങൾ തുറക്കപ്പെടും. വ്യാപാരികൾക്ക് ലാഭം ഇരട്ടിയാകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കും. തുലാം രാശി. ശുക്രന്റെ സ്വന്തം മറ്റൊരു രാശിയാണ് തുലാം. ഇവരുടെ ജീവിതത്തിൽ വന്നിരുന്ന തടസ്സങ്ങൾ ക്രമേണ നീങ്ങും. പ്രണയവും വിവാഹവും സംബന്ധിച്ച കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. സൗന്ദര്യവും ആകർഷണവും വർദ്ധിച്ച് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും. കുംഭം രാശി. ഇവർക്കും ശുക്രന്റെ അനുഗ്രഹം വളരെ വ്യക്തമായി അനുഭവപ്പെടും. അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ മെച്ചം കാണാം. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ വേഗത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന സമയമാണ്. എന്നാൽ ഗ്രഹങ്ങളുടെ അനുഗ്രഹം ലഭിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടതും അത്രയും പ്രധാനമാണ്. ശുക്രന്റെ കൃപ വർദ്ധിപ്പിക്കാൻ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുക. ശുദ്ധിയും എളിമയും പാലിക്കുക. മറ്റുള്ളവരെ സഹായിക്കുന്ന മനോഭാവം കൈവരിച്ചാൽ ശുക്രൻ ഇരട്ടി അനുഗ്രഹം നൽകും. അവസാനമായി നമ്മുടെ ജീവിതം മുഴുവൻ ഗ്രഹങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് വിശ്വസിക്കുന്നതിലും അവയെ മനസ്സിലാക്കി ധർമ്മപരമായി ജീവിക്കുന്നതിലാണ് യഥാർത്ഥ ജ്ഞാനം. ഗ്രഹങ്ങൾ വഴികാട്ടികൾ മാത്രമാണ്. നമ്മുടെ പ്രവർത്തികളാണ് വിധി നിർണയിക്കുന്നത്. നന്ദി, നമസ്കാരം.